ദുൽഖർ അടുത്ത പടം ഈ വർഷം തന്നെ ഉണ്ടാവും. ഇപ്പോൾ തമിഴ് മൂവി ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോകേഷ്. സൗനിക, കോട്ടയത്തിന്റെ സ്നേഹം കണ്ടില്ലേ? ഒരു ഹായ് പറഞ്ഞു നോക്കിയാ ശരിക്കും മനസ്സിലാവും. എല്ലാവർക്കും സുഖല്ലേ? സൗനിക ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്ന് മഞ്ഞുമൽ ബോയ്സ് കഴിഞ്ഞിട്ട് കുറച്ച് നാളായാലെങ്കിലും ആ ചെറിയൊരു ഗ്യാപ്പ് തന്നെ ഞങ്ങൾ ശരിക്കും മിസ് ചെയ്തു ഇല്ലേ? നമ്മളെല്ലാരും മിസ് ചെയ്തില്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഭയങ്കരമായിട്ടൊരു ഭയങ്കര എക്സൈറ്റഡ് ആണോ? അപ്പൊ ഈ ഒരു സിനിമ നമ്മുടെ ഏറ്റവും പുതിയ സിനിമയായ പ്രാവൻകൂട് ഷാപ്പ് ഏറ്റവും അടുത്ത അവരുടെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കുകയാണ്. ആൻഡ് എന്തുകൊണ്ടാണ് സൗബിൻ ഷാഹിർ എന്ന നടൻ പ്രാവൻകൂട് ഷാപ്പ് എന്ന സിനിമ തിരഞ്ഞെടുക്കാൻ കാരണം? ആൻഡ് വൈ വി ഷുഡ് ഗോ ടു തിയേറ്റേഴ്സ്? ഇഷ്ടപ്പെട്ടു. ശരിക്കും പ്രാവൻകൂട് ഷാപ്പിൻ്റെ നമ്മൾ കുറേ വർഷം മുമ്പ് കേട്ടൊരു കഥയാണ് ശ്രീരാജ ഇരിക്കുന്ന. അപ്പോൾ കഥ കേട്ട് പിന്നെ അത് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി വന്നു. കാരണം നമ്മൾ കേൾക്കാത്ത രീതിയിലുള്ള ജോണറും അതിൻ്റെ എന്താ പറയുക ആക്ഷേപഹാസ്യം ഡാർക്ക് ഹ്യൂമറും ഒക്കെ നമ്മൾ മലയാള സിനിമയിൽ അങ്ങനെ അധികം കുറച്ച് ആളായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റൈല് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നി. അങ്ങനെ പിന്നെ ശ്രീരാജൻ്റെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു തൂമ്പ എന്ന് പറഞ്ഞാൽ, അതുകൂടി കണ്ടു കഴിഞ്ഞപ്പോൾ കണ്ടുകൊടുത്ത ശ്രീരാജത്തിൽ ഓടി വന്നു പറഞ്ഞു. വേഗം വന്നു. പിന്നെ ഒന്നും കൂടി കഥ കേട്ടു. അതിന് ശേഷം ഞാൻ അനുഭവിച്ചു അമ്പുക്കാരത്ത് പറഞ്ഞു സ്ക്രിപ്റ്റ് ഉണ്ട് ശ്രീരാജ് പുതിയൊരു പൈലോട്ട് കേട്ടെന്ന് പറഞ്ഞു. അമ്പുക്കാർക്ക് ഷോർട്ട് ഫിലിം വായിച്ചു. കൂടെ അപ്പോൾ അതിനെ കണ്ടതിന് ശേഷം ഒന്ന് വിളിക്കാൻ പറഞ്ഞു. നമുക്ക് ഷോർട്ട് ഫിലിം കണ്ടതിന് ശേഷം നമുക്ക് വരാൻ പറഞ്ഞു ശ്രീരാജ്. അമ്പുക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് അടുത്ത ഒരു പരിപാടിയായിട്ട് പിടിക്കാം. അങ്ങനെയാണ് അതിലോട്ട് ഇതാവുന്നത്. അങ്ങനെ പിന്നെ അത് ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്യാൻ താല്പര്യമുള്ളൊരു കാണുമ്പോൾ മനസ്സിലാവും. മാനുവൽ സിനിമയുടെ രീതിയിലാണല്ലോ. ചെറിയ നോട്ടുണ്ട് അങ്ങനത്തെ ഒരു സ്റ്റൈലും ലുക്കൊക്കെ ആയിട്ട് പറ്റി കുറച്ചും കൂടി വേറെ പുതുമയുള്ളൊരു പരിപാടിയായിട്ട് കഥയും കൂടി പറയണം. 2 ദിവസം കൊണ്ടുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. കാരണം വേറൊരു പുതിയ രീതിയിലുള്ളൊരു ജോണറാണ്. ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഉറപ്പാണ്. അപ്പൊ നമ്മുടെ കഥ പോകുന്നത് ശരിക്കും പറഞ്ഞ ഒരു ഷാപ്പിലാണ്. അപ്പൊ എന്തായാലും നമ്മുടെ നാട്ടിലെ ഷാപ്പിൽ ഒരു പഞ്ഞമില്ല. തീർച്ചയായും നമ്മളെല്ലാവരും ഷാപ്പിൽ പോയിട്ടുള്ള ആൾക്കാരാണ്. എന്തെങ്കിലും ഒരു മെമ്മറി ഉണ്ടോ ഷാപ്പിൽ പോയിട്ട് മറക്കാൻ പറ്റാത്ത ഒരു മെമ്മറി? അങ്ങനെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി ചെയ്ത് സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഷാപ്പിൽ പോയിട്ട് നല്ല ഭക്ഷണം കഴിക്കാം. കൂടുതൽ കൂടുതലായിട്ട് ഭക്ഷണമാണ് കൂടുതൽ കഴിച്ചത്. ഷാപ്പ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊന്ന് ഭയങ്കര ആ ഒരു ചിരി കാണുമ്പോൾ തന്നെ അറിയാം എന്തോ ഒരു സ്റ്റോറി ആലോചിച്ചിട്ടാണ് ആ ചിരി ചിരിച്ചത്. അല്ലാതൊക്കെ ഓക്കെ. അപ്പോ ബേസിൽ എനിക്ക് തോന്നുന്നു സൂക്ഷ്മദർശിനിയിൽ വളരെ ക്രൂക്കഡായിട്ടുള്ള ഒരു കള്ള ചെയ്തിട്ട് ഇവിടെ നേരെ വന്ന് ചെയ്യുന്ന ക്യാരക്ടർ എന്ന് പറഞ്ഞാല് ആ കള്ളന്മാരെ പിടിക്കുന്ന പോലീസാണ്. എനിക്ക് തോന്നുന്നു തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ആളായിട്ടാണ് ബേസിൽ ജോസഫ് എന്ന നടൻ ഇപ്പൊ മലയാളത്തിൽ നിൽക്കുന്നത് എന്നാണ് നമ്മുടെ പ്രേക്ഷകർ പറയുന്നത് അല്ലേ? അപ്പൊ ഇതിലേക്ക് വരുമ്പോ എന്താണ് എക്സ്പീരിയൻസ്? പ്ലീസ് ഷെയർ. ആദ്യമായി എല്ലാവർക്കും നമസ്കാരം. കോട്ടയത്ത് ലുലു മാൾ എൻ്റെ ഭാര്യ വീട് കോട്ടയത്താണ്. അപ്പോൾ അതുകൊണ്ട് വരാറുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇത്രയും വലിയൊരു കോട്ടയത്ത് ക്രൗഡിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന ആദ്യമായിട്ടാണ്. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രാവൻകൂട് ഷാപ്പ് ഇപ്പോൾ സൗബിക പറഞ്ഞ പോലെ തന്നെ പുതിയൊരു ഡയറക്ടറാണ് ശ്രീരാജ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ശ്രീരാജ് ആദ്യമായിട്ട് കഥ പറഞ്ഞത് സൗബിക്കയുടെ അടുത്താണ്. സൗബിക്കയാണ് അൻവർ റഷീദ് അമ്പുക്കയെ ഈ സിനിമയിലേക്ക് പ്രൊഡ്യൂസറായിട്ട് സജസ്റ്റ് ചെയ്യും. അദ്ദേഹത്തിൻ്റെ അടുത്ത് ശ്രീരാജ് കഥ പറയും. അങ്ങനെയാണ് സിനിമ ഉണ്ടാകുന്നത്. അമ്പുക്കയാണ് ഈ സിനിമ സ്ക്രിപ്റ്റ് എനിക്ക് അയച്ചു തരുന്നത്. ഇങ്ങനൊരു ക്യാരക്ടർ ഉണ്ടെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അത് കഴിഞ്ഞിട്ട് ഈ ശ്രീരാജിൻ്റെ ഷോർട്ട് ഫിലിം കണ്ടു. തൂമ്പ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്. ആ ഷോർട്ട് ഫിലിം കണ്ടപ്പോൾ എന്തായാലും ഈ സിനിമ ചെയ്യണം എന്ന് തീരുമാനിച്ചു. അതും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഷോർട്ട് ഫിലിമാണ്. അപ്പോൾ സിനിമയും ഭയങ്കര നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കണ്ടിടത്തോളമൊക്കെ ഭയങ്കര രസമുള്ളൊരു സിനിമയാണ്. നല്ലൊരു പറ്റം ടെക്നീഷ്യൻസൊക്കെ ഈ സിനിമയുടെ പിന്നിലുണ്ട്. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ ഷൈജു ഖാലിദാണ്. അദ്ദേഹമാണ് കുമ്പളങ്ങി നൈറ്റ്സും മഞ്ഞുമൽ ബോയ്സും
അങ്ങനെ ഒരുപാട് നല്ല വലിയ വിപ്ലവം സൃഷ്ടിച്ച സിനിമകൾ ചെയ്തിട്ടുള്ള സിനിമാറ്റോഗ്രാഫറാണ്. തൊട്ടതെല്ലാം പൊന്നാക്കിയ ക്യാമറമാൻ. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസർ അൻവർ റഷീദ്, അദ്ദേഹം അവസാനമായിട്ട് ചെയ്ത സിനിമ എന്ന് പറയുന്നത് ആവേശമാണ്. മറ്റൊരു തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു മനുഷ്യനാണ് അദ്ദേഹം. രാജമാണിക്യം, ചോട്ട മുംബൈ, ഉസ്താദ് ഹോട്ടൽ എന്നൊക്കെ പറയുന്ന സിനിമകൾ സംവിധാനം ചെയ്ത് അതിനുശേഷം പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളാണെങ്കിലും ബാംഗ്ലൂർ ഡേയ്സ്, പ്രേമം, ആവേശം, ഭൂതകാലം എന്നൊക്കെ പറയുന്ന സിനിമകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡ്യൂസറാണ്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മറന്നായിരുന്നു, എന്താണെന്നറിയില്ല. അപ്പോൾ ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളാണ് അൻവർ റഷീദ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷനിലുള്ള ഒരു സിനിമയാണ്. പിന്നെ അത് മാത്രമല്ല ഒരു മ്യൂസിക് വിഷ്ണു വിജയ്, ഇന്ന് അതിൻ്റെ ഓഡിയോ ലോഞ്ചും കൂടാണ് സിനിമയുടെ. നല്ല മനോഹരമായിട്ടുള്ള ഗാനങ്ങളുണ്ട്. ഈ അടുത്ത കാലത്ത് ഞാൻ കേട്ടിട്ടുള്ള, എൻ്റെ സിനിമകളെന്ന് പറയല്ല, കേട്ടിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആൽബത്തിലൊന്നാണ് ഈ സിനിമയുടെ ആൽബം. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിഷ്ണു വിജയ് ഈ അടുത്ത കാലത്ത് ചെയ്തിട്ടുള്ള സിനിമകളെല്ലാം വളരെ വിജയമായിട്ടുള്ള സിനിമകളുമാണ്. എഗെയിൻ തൊട്ടതെല്ലാം പൊന്നാക്കിയ മറ്റൊരാൾ. ഞങ്ങളുടെ സിനിമയിൽ തൊട്ടതെല്ലാം പൊന്നാക്കിയ ആൾക്കാർ മാത്രമേ ഉള്ളൂ അല്ലേ? പേരൊക്കെ തന്നെയാണ്. അതുപോലെ വരികളിൽ നിന്ന് മൂസിൻ പാരാരിയാണ്, അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. തൊട്ടത് പിന്നെ ഇതിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂ പറയുന്ന ഇവിടെ നിൽക്കുന്ന ശബരീഷനും നിയാസ് കെ, ശിവജിത്തും ഉൾപ്പെടെ, അതല്ലാതെ ഒരു പറ്റം പുതിയ ഒരു സെറ്റ് ഓഫ് ആക്ടേഴ്സ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു നാടക നടന്മാരൊക്കെ കുറേ പേര്, അവരും വളരെ പ്രതീക്ഷയോടെ അവരുടെ കുറേ കാലത്തെ നാടക ജീവിതത്തിലേക്ക് ശേഷം ഒരു സിനിമയിലേക്ക് വന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഞങ്ങളെക്കാളൊക്കെ നിങ്ങൾ ആരും കാണാതെ എക്സൈറ്റഡ് ആയിട്ട് ഈ സിനിമയുടെ റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബിഗ് സെറ്റ് ഓഫ് കലാകാരന്മാർ ഈ സിനിമയുടെ പിന്നിലുണ്ട്, പുതിയ കുറേ നടന്മാർ. അപ്പോൾ അവർക്കൊക്കെ ഈ സിനിമ വലിയ ഒരു ഇവൻ്റ് ആയിരിക്കും. അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ സിനിമ സംഭവിക്കേണ്ടത്, ഈ സിനിമ സക്സസ്ഫുൾ ആവേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമ പോയി കാണുക. ഞങ്ങൾ എല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിട്ട് നോക്കിക്കാണുന്ന ഒരു സിനിമയാണ്. എന്തായാലും ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ കണ്ടിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ നാലാളോട് പറയുക. തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെടും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? എന്തെങ്കിലും എല്ലാം പറയേണ്ട വിശേഷങ്ങളെല്ലാം പറഞ്ഞു. എല്ലാം പറഞ്ഞില്ലേ? ഭയങ്കര സെലക്റ്റീവ് ആയിട്ടാണ് ഇപ്പൊ ശബരീഷ് ചേട്ടൻ എനിക്ക് തോന്നുന്നു ഓരോ റോളും ചെയ്യുന്നത്. ആൾക്കാരെ വിളിക്കാത്തതാണ്. അല്ല, ഇപ്പൊ ഒന്നുമില്ല, ഇതിനെക്കുറിച്ച് വളരെ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. അതായത് 10 വർഷം മുമ്പ് 2015 പ്രേമം എന്ന സിനിമയിലൂടെയാണ് മലയാളത്തിൽ ഞാൻ വരുന്നത്. അത് അൻവർ റഷീദ് എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു, സൗകര്യം ഉണ്ടായിരുന്നു. വീണ്ടും 10 വർഷത്തിന് ശേഷം 2025 എന്തായാലും തൊട്ടെല്ലാം പൊന്നാക്കിയ കുറേ ആൾക്കാരൊപ്പം ഈ പടത്തിൽ വരാൻ കഴിഞ്ഞു. കൂടുതൽ വിശേഷങ്ങളൊക്കെ രണ്ടുപേരും കൂടി പറഞ്ഞു. വേറെ സീൻ മാറ്റലും ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് തോന്നി ആ ഒരു വേഷം. മലയാളം തിരിച്ചറിഞ്ഞാൽ ഭാഗ്യം, അറിയരുത് എന്നായിരുന്നു ഡയറക്ടറിന്റെ ഒരു പ്രധാന ഉദ്ദേശം. ഓക്കെ, എനിക്ക് തോന്നുന്നു അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് ഓൾസോ അല്ലെ. ഓരോ സിനിമയിലും ഓരോ ക്യാരക്ടർ ആൾക്കാർക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അവരുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. അവർക്ക് ഫ്രീ ആയിട്ട് നടക്കാം, ഒരു കുഴപ്പമില്ല, ആരും തിരിച്ചറിയുന്നില്ല. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ അവിടെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ആ കള്ളഷാപ്പിന്റെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? എന്തെങ്കിലും എക്സ്പീരിയൻസ് മൈൻഡിലേക്ക് വരുന്നുണ്ടോ? ഒരു കള്ളഷാപ്പ് പടത്തിൽ ഈ അടുത്ത് അഭിനയിച്ചു, പ്രാവിൻകുടി ഷാപ്പ് എന്ന് പറഞ്ഞു. അതിനകത്ത് അഭിനയിക്കുന്ന അവസാനത്തെ ഷോട്ടിൽ തലയ്ക്ക് കുണ്ടുകൊണ്ടടിക്കുന്നുണ്ട്. ഒരാഴ്ച മുളച്ചിരിക്കുകയായിരുന്നു. അതായത് നല്ലൊരു എക്സ്പീരിയൻസ് കള്ളഷാപ്പ്. ബാക്കി വേറെ ഷാപ്പായിട്ട് യാതൊരു എക്സ്പീരിയൻസ് എനിക്ക് യാതൊരു ബന്ധമില്ല ഷാപ്പുള്ളത് അല്ലേ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അവനിക്കനോട് ചോദിക്കണം, ശരിക്കും എന്റെ ചോദ്യമല്ല, നമ്മുടെ പ്രേക്ഷകരുടെ എല്ലാവരുടെയും ചോദ്യമാണ്. ഓതിര ഘടകം നമ്മുടെ DQ നായകനായി സൗബിനിക്ക ഡയറക്ട് ചെയ്യുന്ന ഓതിരഘട മൂവി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൂവിയാണ്. സോ പ്ലീസ് ഗിവ് us an update. ഫസ്റ്റ് ഓഫ് ഓൾ ഓതിര ഘടകമല്ല പോകുന്ന പടം മാറിയിട്ടുണ്ട്, സ്ക്രിപ്റ്റ് മാറിയിട്ടുണ്ട്. അടുത്ത പടം ഈ വർഷം തന്നെ ഉണ്ടാവും. ഇപ്പൊ തമിഴ് മൂവി ആക്ട് ചെയ്തോണ്ടിരിക്കുന്നത് ലോകേഷ് രജനി സാറിൻ്റെ കൂടെ. അത് 1.5 മാസം കൂടെ ഉണ്ട്. കുറച്ച് കഴിഞ്ഞ ഒരു 4-5 മാസം 6 മാസമായിട്ട് അതിൻ്റെ തിരക്കിലാണ്. ആ പടത്തിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഡയറക്ഷൻ ചെയ്യാനുള്ള പുറപ്പാടിലാണ്. ദുൽഖറിനെ വെച്ച് ചെയ്യുന്ന പടമാണ്. കേൾക്കുന്നില്ല, ദുൽഖറിന്റെ ശബ്ദത്തില്ല. ഞാനാണ് തീർച്ചയായിട്ടും ഇതിനകത്ത് എനിക്ക് തോന്നുന്നു സൗബിനിക്ക ഡയറക്ടറാണ്, നമ്മുടെ ബേസിൽ ജോസഫ് ഡയറക്ടറാണ്, ഡയറക്ടർമാരുടെ ഒരു ബഹളമാണ് ഇതിനകത്ത്. ബേസിൽ അടുത്ത മൂവീസിനെ പറ്റി എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടോ നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്? ഡയറക്ഷൻ ഞങ്ങൾ ശരിക്കും ഡയറക്ഷൻ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഡയറക്ട് ചെയ്യുന്ന സിനിമയെ
കുറിച്ച് അപ്ഡേറ്റ് തരാനായിട്ടില്ല. ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും അപ്ഡേറ്റ് തരാൻ. തീർച്ചയായും നമുക്ക് അടുത്ത പ്രാവശ്യം കാണുമ്പോൾ ഉറപ്പായിട്ട് നമുക്കൊരു അപ്ഡേറ്റ് വേണം. തീർച്ചയായും. ഓക്കെ. ആൻഡ് ശബരീഷേട്ടാ, ശബരീഷേട്ടൻ ഈ നേരിട്ട് വന്നിട്ട് ഒരു പാട്ട് പാടാൻ വിട്ട് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന എല്ലാവരും എന്നെ വഴക്ക് പറയും. ഇല്ലേ? വേണ്ടേ? ശബരീഷേട്ടന്റെ പാട്ട് വേണ്ടേ? പട്ടികൊണ്ടിരിക്കുന്ന പോലെ ശ്രദ്ധിച്ചില്ല, അത് സീനാകുമെന്നും അവൻ ചിന്തിച്ചില്ല. വെച്ച കാലുപുറ കൊണ്ട് വെക്കത്തില്ല, വെച്ച കാലിന്റെ കെട്ടിപ്പോഴും അഴിച്ചിട്ടില്ല. അവിടെ കിട്ടുകാരെ വന്നുകൊണ്ട് പൊട്ടിച്ചിട്ടും അവന്റെ കൂട്ടുകാരെ വണ്ണം കൂടി കുച്ചിച്ചിട്ടും പല മുടിപ്പിച്ചിട്ടും നേരം വെളുപ്പിച്ചിട്ടും 10 വയസ്സിന് വലുതാവിന് ഇതേറെ വന്നിട്ടില്ല. അതൊക്കെ കൊണ്ട് ഞാൻ കുറെ 10 വർഷം മുഴുവൻ പറഞ്ഞ അവള് വേണ്ട, ഇവള് വേണ്ട, ഈ കാണുന്ന ഒരുമാർക്കും വേണ്ട, ലവ് വേണ്ട, നമുക്ക് വേണ്ട, ഇവിടെ അല്ലെങ്കിൽ സീമത്തം പോകണം. അടിപൊളി.